ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. അതായത് റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പിലായിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ എഫേർട്ടും നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന എഫേർട്ട് എടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോന്നുന്ന അനുഭവപ്പെടുന്ന ഒരു കാര്യമാണിത്. എൻ്റെ മാത്രം ആവശ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് ആവശ്യമുള്ളത് എന്ന രീതിയിലായിരിക്കും. സോ അത്തരത്തിൽ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസിന് വേണ്ടി മുകളിൽ കണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. സോ എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ് വൺ സൈഡഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സൈൻസ് എന്നുള്ളത് നോക്കാം. ഒന്ന്, തീർച്ചയായും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അതായത് കോണ്ടാക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വൺ സൈഡഡ് മാത്രമായിരിക്കും. എപ്പോഴും ആർക്കാണോ ആ റിലേഷൻഷിപ്പ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ വൺ സൈഡഡ് ആണ് എന്ന് ആർക്കാണോ തോന്നുന്നത്, ആ വ്യക്തി മാത്രമായിരിക്കാം എപ്പോഴും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. സംസാരിക്കുന്നതിന് വേണ്ടി, മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ അപ്ഡേഷൻസ് അറിയുന്നതിന് വേണ്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് അന്വേഷിക്കുന്നത് എല്ലാം ഒരു സൈഡിൽ നിന്ന് മാത്രമായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുന്നത് എപ്പോഴും ഒരു വ്യക്തിയായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, വളരെ റെയർ ആയിട്ട് മാത്രമാണ് നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ റെയർ ആയിട്ട് മാത്രമേ വൺ സൈഡഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചോദിക്കുകയുള്ളൂ. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്രയധികം ആ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ്ഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത്രയധികം സീരിയസ് അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും വളരെ റെയർ ആയിട്ട് മാത്രമേ ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു വെൽനെസ്സിനെ കുറിച്ചിട്ടൊക്കെ ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് വളരെ റെയർ ആയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. 3, ഓവർ ഷെയറിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു സൈഡിലും ഒട്ടും റിസീവ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയും ഉണ്ടായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒട്ടും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഒരു കാര്യവും ഗിവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, എപ്പോഴും അവർ റിസീവിങ് മോഡലായിരിക്കും. ഒരു സൈഡിലുള്ള ആളെ എപ്പോഴും ഗിവിങ് ആയിരിക്കും, അവർക്ക് പ്രത്യേകിച്ചൊന്നും റിസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും അത് എന്നുള്ളതാണ്. സോ ഇമോഷണലി ആണെങ്കിലും പ്രാക്ടിക്കലി ഉള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും എപ്പോഴും ഗിവിങ് ആണ് കൂടുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കാര്യവും നിങ്ങൾക്ക് പ്രത്യേകിച്ച് റിസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് വൺ സൈഡഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സൈൻ. ഇനി 4, ആ റിലേഷൻഷിപ്പിൽ അത്ര ഇൻവോൾവ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത്, നിങ്ങൾക്കൊരു സപ്പോർട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഏറ്റവും കൂടുതൽ നീഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും, ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ ഒന്നുകിൽ എസ്കേപ്പ് ആവും, അതല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ക്യൂസ് ഫൈൻഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും മാറി നിൽക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് അവരെ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള ഒരു സൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് മുൻപായി തന്നെ, അല്ലെങ്കിൽ ആ ഒരു കൃത്യസമയത്ത് അവർ എസ്കേപ്പ് ആവുന്നുണ്ടെങ്കിൽ, ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ മറ്റൊരു സൈൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ സപ്പോർട്ട് ലഭിക്കില്ല. നെക്സ്റ്റ് 1, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു വൺ സൈഡഡ് ആണ്, ഒരു വ്യക്തി മാത്രമാണ് കൂടുതലായിട്ട് എഫേർട്ട് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഡ്രെയിൻഡ് ആയ ഒരു അവസ്ഥയായിരിക്കും, എക്സ്ഹോസ്റ്റഡ് ആയ ഒരു ഫീൽ ആയിരിക്കും എന്നുള്ളതാണ്. ബിക്കോസ് ഒരു വ്യക്തിയുടെ മാത്രം ആവശ്യമാണ് ആ റിലേഷൻഷിപ്പ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും കംപ്ലീറ്റ് എഫേർട്ടും ഒരു സൈഡിൽ നിന്ന് തന്നെ വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു ടയേർഡ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ്, അവരുടെ ആവശ്യം എന്തെങ്കിലും നേടുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം അവർക്ക് നേടിയെടുക്കാനോ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളോട് കൂടുതലായിട്ട് സ്വീറ്റായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, എസ്പെഷ്യലി ഫോർ റിലേഷൻഷിപ്പ് എന്ന രീതിയിലൊക്കെ അവർ
ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു പെർട്ടിക്കുലർ ആവശ്യം നേടാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനുള്ള സമയത്ത് മാത്രമാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സൈൻ. കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കില്ല. ബിക്കോസ് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നേടാനുണ്ട് അല്ലെങ്കിൽ ആ ഒരു ആവശ്യം നേടിയെടുക്കണം, അതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമായി വരും. സോ ആ സമയത്ത് കൂടുതലായി കമ്മിറ്റ്മെന്റ് കാണിക്കുന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അത്രയധികം സീരിയസ് ആണ് എന്നുള്ളത് ഫേക്ക് ആയിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുന്നുണ്ടോ, നിരന്തരം അവരെ ന്യായീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അവരുടെ പ്രവൃത്തികളായിരിക്കാം, സംസാരമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എഫേർട്ടുകളായിരിക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അവരെ ഓരോ കാര്യത്തിനും ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അതാണ് നെക്സ്റ്റ് ഒരു കാര്യം. നെക്സ്റ്റ്, വൺ സൈഡഡ് ആണ് എന്നുള്ളതിന്റെ ഒരു ക്ലിയർ സൈൻ ആണ് നിങ്ങളുടെ ഹാപ്പിനെസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷമഘട്ടത്തിലോ അവരൊരിക്കലും ഉണ്ടായിരിക്കില്ല. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു എഫേർട്ടോ, അതുപോലെ തന്നെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങളെ കംഫർട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മെന്റൽ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടോ അവരെ കിട്ടില്ല. സോ ഇത്തരത്തിൽ നിങ്ങളുടെ വിജയത്തിലും പരാജയത്തിലും ഒരുപോലെ ആബ്സെന്റ് ആകുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വൺ സൈഡഡ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുള്ളതിന്റെ മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള സൈൻ. നെക്സ്റ്റ്, നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഷോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരോടൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്കൊരു ഫിയർ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെന്താണ് പറയുക, എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അവർക്കത് ഇഷ്ടപ്പെടില്ലേ, അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെടുമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഒരു ഫിയർ വരുന്നുണ്ടോ? അതായത് അവരോട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനും നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഭയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള സൈൻ. ബിക്കോസ് ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു ഫിയറിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അവിടെ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫിയർ ഉണ്ടായിരിക്കില്ല. സോ നിങ്ങൾക്ക് ഒതന്റിക്കായി നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള സൈൻ നിങ്ങൾ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് എന്നുള്ളതിൻ്റെ. ആൻഡ് ഫൈനലി, നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിട്ടും നിങ്ങൾക്ക് ഒറ്റപ്പെടലാണ് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. എസ്പെഷ്യലി അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഒറ്റപ്പെടലാണ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്, അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ മാത്രമാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിനുള്ള എഫേർട്ട് എടുക്കുന്നത്. കംപ്ലീറ്റ്ലി അതൊരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സൈൻ. സോ ഇത്രയും സൈൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളിപ്പോൾ എൻ്റർ ആയിട്ടുള്ളത് ഒരു വൺ സൈഡഡ് റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഒരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് ആണോ അതോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ടു സൈഡഡ് റിലേഷൻഷിപ്പ് ആണോ ആവശ്യം എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്